മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും ഒന്നിനു പുറകെ ഒന്നായി വൻ കുരുക്കുകൾ. വരുന്ന 2 ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും നിർണായകമാണ്. ഒരു വശത്ത് SFIO അന്വേഷണത്തിൽ CMRLന്റെ ഹർജി ഡൽഹി കോടതിയിൽ, മറുവശത്ത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ MP EDക്ക് മുന്നിൽ ഹാജരാകുമ്പോൾ CPM-ന് കൂടുതൽ ചോദ്യങ്ങളോ? ഏതായാലും രണ്ടു വഴിക്കും ചോദ്യങ്ങളാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. MA ബേബിയെ കാത്തിരിക്കുന്നത് കടുത്ത രാഷ്ട്രീയ സംഘടനാ വെല്ലുവിളികൾ. പ്രതിസന്ധി ഘട്ടത്തിലാണ് CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബി എത്തുന്നത്. മാത്രമല്ല, CPM പാർട്ടി കോൺഗ്രസിലുണ്ടായ അസാധാരണ നീക്കവും പാർട്ടിക്ക് വലിയ ചോദ്യമായിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി പാനലിൽ വോട്ടെടുപ്പ് നടന്നു. മത്സരിച്ച കരാട് തോറ്റെങ്കിലും CPM-ൽ ചോദ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. CPM-ന്റെ ഉയർന്ന സമിതിയായ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സാധാരണ വോട്ടെടുപ്പ് നടക്കാറില്ല. ആ വഴിക്കും നേതാക്കന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നു. മാത്രമല്ല, CPM ഒരു കേരള വിലാസം പാർട്ടിയായി മാറിയിരിക്കുകയാണ് എന്ന വിമർശനവും പരിഹാസവുമായി നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഷോൺ ജോർജും കുറിക്കുകൊള്ളുന്ന ഒരു പോസ്റ്റുമായി രംഗത്തുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും ഭാര്യ കമല വിജയനും തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് പിന്നാലെയും നിരവധി പേരാണ് ചോദ്യങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത്. അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന് കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം പിടിക്കാനാകാത്തത്. ഇതും വലിയ ചർച്ചയായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാന മന്ത്രിയായ PA മുഹമ്മദ് റിയാസിന് ഇടം ലഭിച്ചില്ല. പിണറായി സത്തിന് മധുര കോൺഗ്രസ് പൂർണ്ണമായും അടിപ്പെട്ടില്ല എന്നുള്ള ചർച്ചകളും സജീവമായിട്ടുണ്ട്. എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടിലെ പ്രോസിക്യൂഷൻ നടപടികൾ തടയാൻ ആവശ്യപ്പെട്ട് CMRL നൽകിയ അടിയന്തര ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ. ജസ്റ്റിസ് ഗിരീഷ് കഡ്വാലിയയുടെ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരായ പ്രധാന ഹർജിയിൽ വീണ്ടും വാദം കേൾക്കുന്നത് ഹൈക്കോടതി ജൂലൈയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം SFIOയ്ക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകുകയും രണ്ടാം കുറ്റപത്രം സമർപ്പിക്കാൻ SFIO തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് CMRL അടിയന്തര ഇടപെടൽ തേടി വീണ്ടും കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസിൽ അന്വേഷണം തുടരാൻ അനുമതി നൽകിയ ഡൽഹി ഹൈക്കോടതി ഹർജിയിൽ തീർപ്പുണ്ടാകും വരെ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യരുതെന്ന് അന്വേഷണ ഏജൻസികളോട് വാക്കാൽ നിർദ്ദേശിച്ചിരുന്നു. ഏതാനും ദിവസം മുൻപ് CMRLന്റെ ആദ്യ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ നിലവിലെ സ്ഥിതി തുടരാനും ജസ്റ്റിസ് ഗിരീഷ് കഡ്വാലിയ നിർദ്ദേശിച്ചിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചത് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. SFIO അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ, പ്രോസിക്യൂഷന് കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയോ എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കരുതെന്നുമാണ് ഹർജിയിൽ ആവശ്യങ്ങൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് കെ രാധാകൃഷ്ണൻ MP EDക്ക് മുന്നിൽ ഹാജരാകുന്നതോടെ CPM-ന് വൻ ചോദ്യങ്ങളാണ്. ED ആവശ്യപ്പെട്ട രേഖകൾ കഴിഞ്ഞ മാസം 17-ന് തന്നെ സമർപ്പിച്ചെന്ന് കെ രാധാകൃഷ്ണൻ അറിയിച്ചെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. സ്വത്ത് ബാങ്ക് രേഖകളാണ് സമർപ്പിച്ചത്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണനോട് ഹാജരാകാൻ ED നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരായിരുന്നില്ല. കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് ഇടപാടുകളുടെ സമയത്ത് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നു രാധാകൃഷ്ണൻ. ഈ കാലത്തെ കണക്കുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് ED പരിശോധിക്കുന്നത്. CPM വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് MA ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയമായും സംഘടനാപരമായും വലിയ വെല്ലുവിളികളാണ് കാത്തിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തമായി നിൽക്കുക, ഇന്ത്യ മുന്നണിയിൽ തന്ത്രപരമായി നീങ്ങുക, കേരളത്തിലെ ഭരണം പിടിക്കുക, ഇതെല്ലാം മുന്നിലുണ്ട്. 2026-ലെ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്തുക എന്നത് വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഒരു കാലത്ത് ശക്തി കേന്ദ്രങ്ങളായിരുന്ന പശ്ചിമ ബംഗാൾ, ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളിൽ CPM ഇപ്പോൾ വട്ടപൂജ്യമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പാർട്ടിയുടെ അടിത്തറ പുനർനിർമ്മിക്കുക എന്നതാണ് മറ്റൊരു വെല്ലുവിളി. ഇവിടങ്ങളിലെല്ലാം പാർട്ടിക്ക് അതിന്റെ ബഹുജന അടിത്തറയിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ബംഗാൾ യൂണിറ്റ് MA ബേബിക്ക് അനുകൂലമായിരുന്നില്ല എന്നത് പരസ്യമാണ്. ദാവ്ലെ ഘടകം പാർട്ടിയുടെ കാര്യങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നത് കണ്ടറിയണം. വിയോജിപ്പുകൾ പരസ്യമായി തന്നെ പല നേതാക്കളും പ്രകടമാക്കിയിട്ടുണ്ട്. 4 ദിവസമായി ഏറെക്കുറെ നിശബ്ദമായി തുടർന്നു വന്ന CPM മധുര കോൺഗ്രസിൽ അവസാന ദിവസമുണ്ടായ അസാധാരണ ആളനക്കം CPM-ന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനോടനുബന്ധിച്ചാണ് ഈ ബഹളമെല്ലാം ഉയർന്നത്. CPM-ന്റെ ഉയർന്ന സമിതിയായ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സാധാരണ വോട്ടെടുപ്പ് നടക്കാറില്ല. 85 അംഗ പാനലിൽ ചിലർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് വോട്ടെണ്ണലിലേക്ക് നീങ്ങിയത്. 4 ദിവസമായി ഏറെക്കുറെ നിശബ്ദമായി തുടർന്നു വന്ന CPM മധുര കോൺഗ്രസിൽ അവസാന ദിവസമാണ് കോളിളക്കമുണ്ടായത്. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ CPM-ന് വരും ദിവസങ്ങളിലും ചോദ്യമായി തന്നെ മാറും. കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ലിസ്റ്റിൽ അർഹിച്ച പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഘടകങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. രംഗത്ത് വന്നതോടെയാണ് വോട്ടെടുപ്പിലേക്ക് നീങ്ങിയത്.
UP സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള DL കരാടുമാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചത്. പിന്നീട് UP പ്രതിനിധി മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി. DL കരാട് മാത്രമായി വോട്ടെടുപ്പ് നടന്നു. മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. 31 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പക്ഷേ മത്സരം ഒരു ചോദ്യം തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളടക്കം 700ഓളം പേരാണ് വോട്ട് ചെയ്തത്. ഇവരുടെ വോട്ടിംഗ് പാറ്റേൺ പുറത്തു വന്നാൽ നിലവിലെ കമ്മിറ്റിയോടുള്ള മനോഭാവം അറിയാനാകും. മഹാരാഷ്ട്രയ്ക്ക് പുറത്തുള്ളവരുടെയും വോട്ടുകൾ കാരാടിന് ലഭിച്ചതായാണ് 31 വോട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ നേതാക്കൾ സ്ഥാനങ്ങളെല്ലാം കൈയടക്കുന്നു എന്ന ഒരു അതൃപ്തി മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കുമുണ്ട് എന്നാണ് ഇതിനോടകം മനസ്സിലാകുന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ തൊഴിലാളി നേതാക്കൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന പരാതി DL കരാട് ഉന്നയിച്ചു. ഇത് തികഞ്ഞ ജനാധിപത്യ രീതിയാണെന്നും ഫലം എന്തായാലും പാർട്ടിയിൽ അടിയുറച്ചു നിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനാധിപത്യ രീതിയാണ് തെരഞ്ഞെടുപ്പെങ്കിലും CPM ഈ സാഹചര്യത്തെ കാണുന്നത് അങ്ങനെയല്ല. ഉൾപാർട്ടി ജനാധിപത്യത്തിലെ വിള്ളലായാണ് ഇതിനെ വിലയിരുത്തുന്നത്. വിഭാഗീയതയുടെ ലക്ഷണം. അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റിയിലെ തെരഞ്ഞെടുപ്പ് CPM ഇനി വിലയിരുത്തുന്നത് എങ്ങനെയെന്ന് അടുത്ത ദിവസങ്ങളിൽ കാണാം. ജനറൽ സെക്രട്ടറി കൂടി മലയാളി ആയതോടെ CPM അക്ഷരാർത്ഥത്തിൽ കേരള പാർട്ടിയായി മാറി. ബംഗാളിലെയും ത്രിപുരയിലെയും പതിറ്റാണ്ടുകൾ നീണ്ട ഭരണക്കുത്തക അവസാനിച്ചതോടെയാണ് കേരള പാർട്ടി എന്ന വിമർശനം CPM-നെതിരെ ഉയർന്നു തുടങ്ങിയത്. നിലവിൽ പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി പിണറായി വിജയനും മധുരയിൽ നടന്ന 24ാം പാർട്ടി കോൺഗ്രസിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി MA ബേബിയും കേരളത്തിൽ നിന്നുള്ളവർ. ഇനി പാർട്ടിയുടെ ആകെ അംഗത്വം നോക്കിയാൽ അതിൽ ഭൂരിപക്ഷവും മലയാളികളാണ്. വിവിധ സംസ്ഥാനങ്ങളിലായി CPM-ന് 10 ലക്ഷത്തിലധികം അംഗങ്ങളാണുള്ളത്. ഇതിൽ പകുതിയിലേറെ പേർ, അതായത് 5 ലക്ഷത്തിലധികം പേരും മലയാളികളാണ്. പാർട്ടി ശക്തമായിരുന്ന ബംഗാളിൽ CPM-ന് ഇപ്പോൾ 2 ലക്ഷത്തോളം അംഗങ്ങളാണുള്ളത്. മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തവരിൽ ഏതാണ്ട് 1/3 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ നിന്ന് 175 പേരാണ് സമ്മേളന പ്രതിനിധികൾ. അതിൽ തന്നെ രാഷ്ട്രീയ പ്രമേയ കരട് സംഘടനാ റിപ്പോർട്ട് ചർച്ചയിലും മലയാളി പ്രതിനിധികൾക്ക് പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്ത 85 അംഗ കേന്ദ്ര കമ്മിറ്റിയിലെ 3 പുതുമുഖങ്ങളടക്കം 17 പേരും 18 അംഗ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ 4 പേരും മലയാളികൾ. പുതുതായി PB-യിലെത്തിയ വിജു കൃഷ്ണൻ കണ്ണൂർ സ്വദേശിയാണെങ്കിലും അദ്ദേഹം കേരള കോട്ടയിലല്ല പരമോന്നത ഘടകത്തിലെത്തിയത്. പാർട്ടി കോൺഗ്രസ് പ്രായപരിധി ഇളവ് നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി, ജമ്മു കശ്മീർ MLA മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നീ 3 നേതാക്കളിൽ 2 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇതിന് പിന്നാലെയാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ CPM-നെ വിമർശിച്ചും പരിഹസിച്ചും രംഗത്ത് വന്നിരിക്കുന്നത്. ഷോൺ ജോർജിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മലയാളി, ഏക മുഖ്യമന്ത്രി മലയാളി, മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മലയാളി, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് മലയാളി, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മലയാളി, CITU അഖിലേന്ത്യാ നേതാവ് മലയാളി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ CPIM CPKM ആയെന്നാണ് ഷോൺ ജോർജിന്റെ വിമർശനം, പരിഹാസം. അവിടെ കൊണ്ടും തീർന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും ഭാര്യ കമലയും ക്ഷേത്ര ദർശനം നടത്തിയതിന് പിന്നാലെ നിരവധി പേരാണ് CPM-നോട് ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു വശത്ത് ഭൗതികവാദം പറയുകയും നിരീശ്വരവാദം പറയുകയും മറുവശത്ത് ദൈവം തന്നെ ശരണം, ഭഗവാൻ തന്നെ ശരണമെന്ന് പറയുകയാണോ CPM എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. വീണ വിജയൻ അമ്മ കമലയ്ക്കൊപ്പം തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദർശനം നടത്തിയ വീഡിയോ ഇറങ്ങിയതിന് പിന്നാലെയാണ് ചോദ്യങ്ങൾ. SFIO കുറ്റപത്രം നൽകി അടുത്ത ദിവസമായിരുന്നു ദർശനം. ഏതായാലും ശിവൻ രക്ഷിക്കട്ടെ, സനാതനധർമ്മം നീണാൾ വാഴട്ടെ എന്നാണ് ചിലർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനിടയിലാണ് മറ്റൊരു ചോദ്യം കൂടി. കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം പിടിക്കുമെന്ന് കണക്കുകൂട്ടിയെങ്കിലും അതുണ്ടായില്ല. കേരളത്തിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാന മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, MB രാജേഷ് എന്നിവർക്കാണ് ഇടം ലഭിക്കാത്തത്.